ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ കമ്പോണൻസ് എന്താണ് കമ്പോണൻസ് ഓഫ് എയർക്രാഫ്റ്റ്. ഒരു എയർക്രാഫ്റ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് വിങ്സ് ആണ്. ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? വിങ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വിങ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് സപ്പോർട്ട്സ് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. എന്തിനെ സപ്പോർട്ട് ചെയ്യും? എയർക്രാഫ്റ്റിനെ. എപ്പോഴാണ്? വെൻ എയർക്രാഫ്റ്റ് ഈസ് ഇൻ എയർ. അപ്പോൾ എയറിൽ എയർക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വിങ്സ്. വിങ്സ് ആണ് എന്ത്? എയർക്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊന്ന് പറയുന്നത് ലേക്ക്. ഓക്കെ, ഫ്യൂസ്ലേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെയിൻ ബോഡി പാർട്ട് ഓഫ് എയർക്രാഫ്റ്റ് അതർ ദാൻ വിങ്സ്. ഓക്കെ, അതർ ദാൻ വിങ്സ് മെയിൻ ബോഡി പാർട്ടാണ്. ഓക്കെ, മെയിൻ ബോഡി പാർട്ട് ഓഫ് എയർക്രാഫ്റ്റ് അതർ ദാൻ വിങ്സ് കൂടാണ്ട് എൻ്റെ എയർക്രാഫ്റ്റിൻ്റെ മറ്റ് മെയിൻ ബോഡി പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂസ്ലേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഒന്നുള്ളത് ഇറ്റ് ഈസ് ഫ്ലാപ്സ്. എന്താണ് ഫ്ലാപ്പ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വിങ്സിന് മുകളിലുള്ള ഒരു മൂവബിൾ പാർട്ടാണ്. എന്താണ്? ഒരു മൂവബിൾ പാർട്ടാണ്. എന്തിനു മുകളിലാണ്? ഓവർ വിങ്സ്. ഓക്കെ, വിങ്സിന് മുകളിലുള്ള ഒരു മൂവബിൾ പാർട്ടാണ്. ഇത് എന്തിനു സഹായിക്കുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, എന്തിന് സഹായിക്കും? ഹെൽപ്സ് ടു റെഡ്യൂസ്. എന്ത് റെഡ്യൂസ് ചെയ്യാനാണ്? ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഡിസ്റ്റൻസസ്. ഓക്കെ, അതായത് നമ്മൾ ഒരു റൺവേയിൽ കൂടി, ഇതാണ് ഇപ്പോൾ നമ്മുടെ റൺവേ എങ്കിൽ ഇതിലിങ്ങനെ എന്താണ് നമ്മുടെ എയർക്രാഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലാൻഡിങ്ങിനും അതുപോലെ തന്നെ ടേക്ക് ഓഫിനും എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഇവിടെ നിന്ന് പറന്ന് മുകളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യും? അത് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടാണ് പൊങ്ങിപ്പോകുന്നത്. അതേപോലെ തന്നെ ലാൻഡ് ചെയ്യുമ്പോഴോ ഇങ്ങനെ വന്ന് താഴെ വന്ന് ഒറ്റയടിക്ക് അങ്ങ് നിൽക്കുകയല്ല, വീണ്ടും കുറച്ച് ദൂരം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും എടുക്കുന്ന ഡിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഈ ഒരു മൂവബിൾ പാർട്ടായിട്ടുള്ള ഫ്ലാപ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പ്രിൻസിപ്പൽ കൺട്രോൾസ്. എന്താണ്? പ്രിൻസിപ്പൽ കൺട്രോൾസ് ഏതൊക്കെയെന്നാണ്. ഓക്കെ, പ്രിൻസിപ്പൽ കൺട്രോൾസ് നമുക്ക് ഇതൊരു ടേബിളായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആക്സിസ്. അതായത് നമ്മൾ ഒരു എയർക്രാഫ്റ്റിന് 3 ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ആക്സിസിൽ റൊട്ടേഷൻ പോസിബിളാണ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റോളിംഗ്. ഓക്കെ, അതായത് ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്, അതിന് എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാം. അതിൽ ഈ എക്സ് ആക്സിസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി വൈ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിലോ അതിനെ നമ്മൾ പിച്ചിങ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വൈ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പിച്ചിങ് എന്ന് വിളിക്കും. ഇനി ഇസഡ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ യായിങ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? യായിങ്. അതായത് ഇങ്ങനെ ഇസഡ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ യോയിങ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റൊട്ടേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു കൺട്രോളിങ് പാർട്ട് ഉണ്ടാവുമല്ലോ. സോ ആ കൺട്രോളിങ് പാർട്ട് ഏതാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. റോളിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോളിങ് പാർട്ടാണ് എയിലറോൺ. ഏതാണ്? എയിലറോൺ. ഇനി പിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് എലിവേറ്റർ. ഏതാണ്? എലിവേറ്റർ. ദെൻ യോയിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് റഡർ. ഓക്കെ, ഇങ്ങനെ 3 പാർട്ട് കൂടെ ഉണ്ടെന്ന്, കൺട്രോളിങ് പാർട്ട് ഉണ്ടെന്നും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ കൺട്രോൾസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് എക്സ് വൈ ഇസഡിലെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് പല പേര് നമ്മൾ പറയും. റോളിംഗ്, പിച്ചിങ്, യായിങ്. ഇനി അതിൻ്റെ കൺട്രോളിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ എയിലറോൺ, എലിവേറ്റർ, റഡർ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് എയർപോർട്ടാണ്. ഓക്കെ, എന്താണ്? എയർപോർട്ടിൻ്റെ കമ്പോണൻറ്റ്. നമ്മളിപ്പോൾ നോക്കിയത് എന്തായിരുന്നു? നമ്മുടെ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് എയർക്രാഫ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? കമ്പോണൻസ് ഓഫ് എയർപോർട്ടാണ്. ഓക്കെ, കമ്പോണൻസ് ഓഫ് എയർപോർട്ട്. ഇതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പോണൻസ് ഓഫ് എയർപോർട്ടിൽ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മളൊരു ഡയഗ്രാം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതായത്
ഓക്കെ, ഇതാണ് നമ്മുടെ എയർപോർട്ടിൽ ഇരിക്കുന്ന ആ ഒരു ഏരിയ എന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടാവും അല്ലേ. എന്താ ഇവിടെ ആയിട്ട് എന്തുണ്ട്, വെഹിക്കിള് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു പ്ലേസ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെഹിക്കിൾ ഡ്രൈവ് വേ. ഓക്കെ, ഇവിടെ ആയിട്ട് എന്ത് ചെയ്യും, വെഹിക്കിളിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. ആൻഡ് ഈ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് വെഹിക്കിൾ ഡ്രൈവ് വേ എന്ന് വിളിക്കും വെഹിക്കിൾ ഡ്രൈവ് വേ. ഓക്കെ, ഈ വെഹിക്കിൾ ഡ്രൈവ് വേയുടെ മുൻവശത്ത് എന്തായിരിക്കും, പാർക്കിംഗ് ഏരിയ ആയിരിക്കും. ഈ വെഹിക്കിളിനുള്ള പാർക്കിംഗ് ഏരിയ ആയിരിക്കും ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ വെഹിക്കിൾ ഡ്രൈവ് ആവുന്ന ഭാഗത്തിന് വെഹിക്കിൾ ഡ്രൈവ് വേ എന്ന് വിളിക്കുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് എന്തുണ്ട്, ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. ഇനി അതിൻ്റെ പുറകിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ് വരുന്നത്. പുറകിലായിട്ട് എന്ത് വരും, നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുറകിലായിട്ട് നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, ടെർമിനൽ ബിൽഡിംഗ്. ഇനി അതിൻ്റെയും പുറകിലായിട്ടാണ് നമ്മുടെ എയർക്രാഫ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന നിർത്തിയിട്ടേക്കുന്നത്. ഓക്കെ, ആളുകൾക്ക് കയറാനായിട്ട്. അപ്പോൾ ആ ഒരു പാർട്ടെന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പേസാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സ്പേസിൽ നമ്മുടെ വെഹിക്കിൾസിനെല്ലാം നമ്മൾ നിർത്തിയിട്ടേക്കുമായിരിക്കും. ആൻഡ് ഈ ഒരു ഇവിടെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എയർക്രാഫ്റ്റിനെ നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്രോൺ എന്ന് വിളിക്കും. അപ്രോൺ അല്ലെങ്കിൽ ഗേറ്റ് ഏരിയ എന്നാണ്, അപ്രോൺ അല്ലെങ്കിൽ ഗേറ്റ് ഏരിയ എന്ന് വിളിക്കും. ഇനി ഇവിടെ നിന്ന് എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൺവേ. ഓക്കെ, ഈ ഒരു പോർഷനിൽ കൂടിയാണ് നമ്മുടെ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യുന്നത്, ലാൻഡിങ്ങും ടേക്ക് ഓഫും നടത്തുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൺവേ. ഈ അപ്രോണിൽ നിന്നും റൺവേയിലേക്ക് വരുന്നതിനായിട്ട് നമുക്ക് പല റൂട്ടുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ റൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സി വേ സിസ്റ്റം എന്നാണ്, ടാക്സി വേ സിസ്റ്റം എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ എയർക്രാഫ്റ്റ് എല്ലാം നമ്മൾ നിർത്തിയിട്ടേക്കുവാന്ന് പറഞ്ഞു. ആൻഡ് ഈ എയർക്രാഫ്റ്റ് നിർത്തിയിട്ടേക്കുന്ന അടുത്ത് തന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മളൊരു എയർക്രാഫ്റ്റിനെ നിർത്തിയിട്ടേക്കെന്ന് വയ്ക്കുക. ഓക്കെ, ഈ ഒരു പോർഷനിൽ ഞാനിവിടെ ഒരു എയർക്രാഫ്റ്റിനെ നിർത്തിയിട്ടേക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അതടുത്ത് ഉടനെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന പേരാണ് ഹോൾഡിംഗ് അപ്രോൺ എന്ന് വിളിക്കും. ഹോൾഡിംഗ് അപ്രോൺ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഡെഫിനേഷൻ നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ് റൺവേ എന്നുള്ളതാണ്. റൺവേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു പാവ്ഡ് ഏരിയ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്. ഓക്കെ, ലാൻഡിങ്ങിനും അതുപോലെ തന്നെ ടേക്ക് ഓഫിനും വേണ്ടിയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ പാവ്ഡ് ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൺവേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ടാക്സി വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സി വേ എന്ന് പറഞ്ഞാൽ ഇതും എന്ത് തന്നെയാണ്, ഒരു പാവ്ഡ് ഏരിയ ആണ്. അതെന്ത് ചെയ്യും, ഈ നമ്മുടെ അപ്രോണിനെയും അതുപോലെ തന്നെ റൺവേയും കണക്ട് ചെയ്യും. എന്ത് ചെയ്യും, എന്തിനെയൊക്കെ കണക്ട് ചെയ്യും, അപ്രോണിനെയും അതുപോലെ തന്നെ റൺവേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാവ്ഡ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടാക്സി വേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടാക്സി വേയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് റൺവേയിൽ നിന്നും ഈ ഒരു റൺവേ എന്ന് പറയുന്നത് ഇവിടെയല്ലേ, ഈ റൺവേയിൽ നിന്നും മറ്റ് പല പോയിന്റ്സിലേക്കുള്ള ആക്സസ് കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ ഈ ഒരു ടാക്സി വേ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ അപ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ പാർക്കിംഗ് സ്പേസ് എന്താണ്, പാർക്കിംഗ് സ്പേസ് ഫോർ എയർക്രാഫ്റ്റ് എന്നാണ്, പാർക്കിംഗ് സ്പേസ് ഫോർ എയർക്രാഫ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അപ്രോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ അപ്രോൺ അല്ലെങ്കിൽ ഗേറ്റ് ഏരിയ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അപ്രോൺ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് ഫോർ എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഗേറ്റ് എന്തായിരിക്കും, സ്പേസ് ഓക്കുപ്പൈഡ് ബൈ ഇൻഡിവിജ്വൽ എയർക്രാഫ്റ്റ് എന്നാണ്, സ്പേസ് occupied by individual എയർക്രാഫ്റ്റ്. അതായത് ഓരോ എയർക്രാഫ്റ്റിനും എത്ര സ്പേസ്, അതായത് ഇവിടെ ഇപ്പോൾ ഇത്രയും സ്പേസാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഇത്രയും സ്പേസാണ് നമുക്കിപ്പോൾ ഒരു എയർക്രാഫ്റ്റിനെ ഓക്യുപ്പൈ ചെയ്യേണ്ടി വരുന്നത്. സോ ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗേറ്റ് എന്ന് വിളിക്കുന്നത്. സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ഇൻഡിവിജ്വൽ എയർക്രാഫ്റ്റ്, അതിന് നമ്മൾ ഗേറ്റ് എന്ന് വിളിക്കാം. ഗേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പാർക്കിംഗ് സ്പേസ് ഫോർ എയർക്രാഫ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഹോൾഡിംഗ് അപ്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഹോൾഡിംഗ് അപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾഡിംഗ് അപ്രോൺ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് ഫോർ എയർക്രാഫ്റ്റ് ജസ്റ്റ് ബിഫോർ ടേക്ക് ഓഫ് ഇൻ ബിസി എയർപോർട്ട്. അപ്പോൾ ഒരു ബിസി എയർപോർട്ടാണ്
ഓക്കെ, എന്താണ് ഒരു ബിസി എയർപോർട്ടാണ്. അവിടെ എന്തുണ്ടാവും, ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. ഓക്കെ, ബിസി എയർപോർട്ടിലുള്ള ഒരു പാർക്കിംഗ് സ്പേസാണ്. എന്തിനാണ്, ജസ്റ്റ് ബിഫോർ ടേക്ക് ഓഫിന് മുന്നേ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ എയർക്രാഫ്റ്റിനെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തിടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോൾഡിംഗ് അപ്രോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എവിടെയാണ് നമ്മൾ സാധാരണ കാണുന്നത്, ഒരു ബിസി എയർപോർട്ടിലാണ് കാണുന്നത്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എക്സിറ്റ് ടാക്സി വേ ഉണ്ടാവും. എന്തുണ്ടാവും, ഒരു എക്സിറ്റ് ടാക്സി വേ ഉണ്ടാവും. എന്തിനാണ് ഈ എക്സിറ്റ് ടാക്സി വേ കൊടുക്കുന്നത്, പ്രൊവൈഡഡ് ഫോർ ഇമ്മീഡിയറ്റ് എക്സിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഫ്രം റൺവേ. ഓക്കെ, എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എയർക്രാഫ്റ്റിന് റൺവേയിൽ നിന്നും എക്സിറ്റ് ആവണം. ഓക്കെ, ഇമ്മീഡിയറ്റ് എക്സിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് എവിടെ നിന്നാണ്, ഫ്രം റൺവേ. ഓക്കെ, റൺവേയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എക്സിറ്റ് ടാക്സി വേ യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക്. ഇനി ഒരു കമ്പോണൻ്റ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കമ്പോണൻ്റ് ഓഫ് കമ്പോണൻസ് ഓഫ് എയർപോർട്ടിൽ. ഇനി ലാസ്റ്റ് ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഹാങ്ങറാണ്. എന്താണ് ഹാങ്ങർ എന്ന് പറഞ്ഞാൽ സ്പേസ് ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എയർക്രാഫ്റ്റ്. എന്താണ് സ്പേസ് ഫോർ എന്തിനൊക്കെയാണ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, റിപ്പയറിനും മെയിൻ്റനൻസിനും വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹാങ്ങർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ കമ്പോണൻസ് ഓഫ് എയർപോർട്ടാണ് പറയുന്നത്. എന്തൊക്കെ കമ്പോണൻ്റ്, ആദ്യം നമ്മൾ പറഞ്ഞ റൺവേ ആണ്, അതായത് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും വേണ്ടിയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ പാവ്ഡ് ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൺവേ എന്ന് വിളിക്കുന്നത്. ദെൻ അത് പറഞ്ഞ ടാക്സി വേ, ഇതും എന്ത് തന്നെയാണ്, ഒരു പാവ്ഡ് ഏരിയ തന്നെയാണ്. ഇത് എന്തിനെയൊക്കെ കണക്ട് ചെയ്യും, അപ്രോണിനെയും റൺവേയും തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഈ റൺവേയിൽ നിന്ന് നമുക്ക് പല ഭാഗത്തേക്കുള്ള പല പോയിൻറ്റ്സിലേക്കുള്ള ഈസി ആക്സസ് തരുന്നതാരാണ്, ടാക്സി വേ ആണ്. ഇനി അപ്രോൺ നമ്മൾ പറഞ്ഞതാണ് പാർക്കിംഗ് സ്പേസ് ഫോർ എയർക്രാഫ്റ്റിൻ്റെ പാർക്കിംഗ് സ്പേസിനെ അപ്രോൺ എന്ന് വിളിക്കും. ഇനി ഓരോ ഇൻഡിവിജ്വൽ എയർക്രാഫ്റ്റും ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു സ്പേസിന് നമ്മൾ ഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ ഒരു എക്സിറ്റ് ടാക്സി വേ ഉണ്ട്, അതായത് ഇമ്മീഡിയറ്റ് എക്സിറ്റ് ഓഫ് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിറ്റ് ടാക്സി വേ എന്ന് പറയുന്നത്. ഇനി ഹാങ്ങറുണ്ട്, എന്തിനാണ്, റിപ്പയറിനും മെയിൻ്റനൻസിന്, എയർക്രാഫ്റ്റിൻ്റെ റിപ്പയറിനും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹാങ്ങർ എന്ന് വിളിക്കുന്നത്.